അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ചൂട് വളരെ കാഠിന്യമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും പള്ളികളിൽ ചെന്ന് 5 നേരത്തെ നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കുന്നവരാണ്. ഇന്ന് കേരളത്തിനല്ല, ലോകത്തെ എല്ലാ ഒട്ടുമിക്ക പള്ളികളിലും ചൂടിനെ പ്രതിരോധിക്കാൻ AC സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്. പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന വിശ്വാസികളായ ആളുകൾ അവരുടെ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമ്പാദ്യത്തിൽ നിന്ന് ഒരു വിഹിതം കൊടുത്തുകൊണ്ടാണ് മിക്കവാറും പള്ളികളിലെല്ലാം AC എന്ന സംവിധാനം ഉണ്ടായിട്ടുള്ളത്. പള്ളിയിൽ AC ആവട്ടെ, ഫാനാവട്ടെ, ലൈറ്റാവട്ടെ, ബാത്റൂം ആവട്ടെ, മറ്റ് ഏത് സൗകര്യങ്ങളുണ്ടോ അതൊക്കെയും പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താനുള്ളതാണ്. പള്ളിയിലേക്ക് ഒരു കപ്പ് വാങ്ങാൻ 10 രൂപ കൊടുക്കുന്ന ഒരു വിശ്വാസിയുടെയും നിയ്യത്ത് പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന, ഇബാദത്തിന് വരുന്ന ആളുകൾക്ക് അത് മുഖാന്തരം ഉണ്ടാവുന്ന പ്രയോജനത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തൃപ്തി തനിക്ക് ലഭിക്കണം എന്ന ഉദ്ദേശത്തിലാണ്. നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് AC എന്നത് കമ്മിറ്റിക്കാരുടെ സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമായി മാറിയിരിക്കുകയാണ്. കാരണം പലതരത്തിലുള്ള ജോലി തിരക്കുകളിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ ളുഹറിനും അസറിനും മഗ്‌രിബിനും ഇശാഇനുമൊക്കെ ഓടിപ്പിടിച്ച ആളുകൾ വരും. ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി നിർവഹിക്കുന്ന ഒരു സംവിധാനമാണ് ജമാഅത്ത് നമസ്കാരം. അവിടെ പലപ്പോഴും ഈ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ ശ്വാസനിശ്വാസങ്ങളുടെ ചൂട് കഠിനമാണ്. അതുപോലെ പഴുത്ത് കിടക്കുന്ന വാർക്കയിൽ ഫാൻ ഇടുമ്പോൾ ഉണ്ടാവുന്ന ചൂട് കഠിനമാണ്. മറ്റൊന്ന്, ബീഡി വലിക്കുന്നവരും മുറുക്കുന്നവരും അതേപോലെ തന്നെ വേർപ്പിന് ദുർഗന്ധമുള്ള ചില ആളുകളൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ വേർപ്പിൻ്റെ ദുർഗന്ധം, ബീഡി വലിച്ചതിൻ്റെ ദുർഗന്ധം, ഇതൊക്കെ പള്ളിയിൽ കെട്ടി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. AC ഫിറ്റ് ചെയ്തതോടുകൂടി പള്ളികളിലെ മുഴുവൻ സുഷിരങ്ങളും AC തണുപ്പ് കൂടുന്നതിന് വേണ്ടിയിട്ട് അടച്ചു പൂട്ടപ്പെട്ട നിലയിലാണ് മുഴുവൻ പള്ളികളിലും. ആ AC കമ്മിറ്റിക്കാരുടെ സൗകര്യത്തിനനുസരിച്ച് മാത്രം ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഏറ് കയറാതെ നമസ്കാരം വളരെയധികം പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും നിർവഹിക്കേണ്ട ഒരവസ്ഥ. സലാം വീട്ടിയിട്ട് ചൂടും ദുർഗന്ധവും ഒക്കെ കണ്ടിട്ട് ആളുകൾ പള്ളിയിൽ AC ഫിറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കും. എന്നിട്ട് അവർ നെടുവീർപ്പിടും, ഇത് ആരുടെ കത്തത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഇത് ഉപയോഗിക്കാനല്ലേ എന്ന് ആത്മകഥന നടത്തുകയോ അല്ലെങ്കിൽ ഇത് ഇടാത്തതിൻ്റെ പേരിൽ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ദുശ്ചിന്ത വരികയോ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്നുകിൽ പള്ളികളിലെ AC ചൂട് സമയത്ത് എല്ലാ നമസ്കാരങ്ങൾക്കും ഉപയോഗിക്കുക, അല്ലെങ്കിൽ AC എല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് ആ ജനലും വാതിലും ഒക്കെ തുറന്നിട്ട് ഉള്ള ഫാനിൽ, മുമ്പ് കാലങ്ങളിൽ ഇതൊന്നുമില്ലാത്ത സമയത്ത് ആളുകൾ വളരെ സന്തോഷകരമായ ഫാനിൻ്റെ കാറ്റിൽ നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ പല ജനാലകളിലൂടെയും മറ്റുമൊക്കെ ഉള്ള കാറ്റും വായും ഒക്കെ കയറി ഇറങ്ങുമ്പോൾ ഒരു ശുദ്ധമായ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും സലാം വീട്ടിയാൽ ഉടനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടാനുള്ള പഴുത് തപ്പുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. കാരണം പള്ളിക്കുള്ളിലെ അസഹനീയമായ ചൂട് സഹിക്കാൻ വയ്യാതെ ഒരു ദിക്ർ പോലും പറയാൻ കഴിയാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ ദയവ് ചെയ്ത് പള്ളി ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ ശ്രദ്ധിക്കണം, AC പരിപൂർണമായിട്ടും എല്ലാ വക്കത്തുകളിലും ഉപയോഗിക്കുക. അല്ലെങ്കിൽ AC വലിച്ച് മാറ്റി വെച്ചിട്ട് ജനാലകളും അതുപോലെ തന്നെ മറ്റ് പൊത്തുകളൊക്കെ തുറന്ന് വായു സഞ്ചാരത്തിന് സംവിധാനമുണ്ടാക്കണം. ആളുകളുടെ നമസ്കാരത്തെ ബുദ്ധിമുട്ടിപ്പിക്കുകയോ അല്ലെങ്കിൽ ആളുകൾക്ക് നമസ്കാരത്തിന് ശേഷം അസ്വസ്ഥത വരുന്ന തരത്തിലുള്ള ഇത്തരം പെരുമാറ്റങ്ങൾ വരരുത് എന്ന് ബോധപൂർവം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.